CPIM നേതാവ് AK ബാലന്റെ ജമാഅത്തെ ഇസ്ലാമി പരാമർശത്തിനെതിരെ ആഞ്ഞടിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പ്രസ്താവന വർഗീയ കലാപമുണ്ടാക്കാനാണെന്നും സംഘപരിവാർ പ്രചാരണത്തിന്റെ ഭാഗമാണെന്നും VD സതീശൻ പറഞ്ഞു. UDF അധികാരത്തിലെത്തിയാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരം കൈകാര്യം ചെയ്യുമെന്നും പല മാറാടുകൾ ആവർത്തിക്കും എന്നുമായിരുന്നു AK ബാലന്റെ വിവാദ പരാമർശം. ഏതെങ്കിലും രൂപത്തിൽ UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ BJPയെ സംബന്ധിച്ചിടത്തോളം 2 ദിവസം കൊണ്ടത് സ്വാഹാമാക്കും. കേരളം ഭരിക്കുക ഞാൻ പറഞ്ഞല്ലോ, ജമാഅത്തെ ആയിരിക്കും ആഭ്യന്തരം കൈകാര്യം ചെയ്യുക. അവരാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ. അപ്പോൾ ഒരു മാറാടും 2-ാം മാറാടും ഒന്നല്ല ഉണ്ടാവുക. മുതിർന്ന CPIM നേതാവ് AK ബാലൻ ഇന്നലെ പാലക്കാട് നടത്തിയ ഈ പരാമർശത്തിനെതിരെയാണ് പ്രതിപക്ഷം രംഗത്തെത്തിയത്. CPIM നേതൃത്വത്തിന്റെ അറിവോടെയാണ് AK ബാലന്റെ പ്രസ്താവനയെന്നും സംഘപരിവാർ അജണ്ടയുടെ ഭാഗമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇത് മനഃപൂർവ്വമായി ഒരു വർഗീയത ഉണ്ടാക്കുന്നതിന് വേണ്ടി UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്ത് ഇസ്ലാമി ആയിരിക്കും ആഭ്യന്തരം ഭരിക്കുന്നത് എന്നത് വർഗീയ വിഭജനം ഉണ്ടാക്കാൻ വേണ്ടി സംഘപരിവാറിൻ്റെ അതേ ശൈലിയിൽ CPM ചെലുത്തുന്ന പരിപാടിയാണ്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും AK ബാലൻ നടത്തിയ പ്രസ്താവനകൾ തമ്മിൽ കൂട്ടിവെക്കാമെന്നും VD സതീശൻ. AK ബാലന്റെ വർഗീയ പ്രസ്താവനയെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പിന്തുണയ്ക്കുന്നുണ്ടോ എന്നും പ്രതിപക്ഷ നേതാവ്. വെള്ളാപ്പള്ളി നടത്തിയ പ്രസ്താവനയെ എതിർത്ത CPI നേതാവ് ബിനോയ് വിശ്വം AK ബാലൻ നടത്തിയ ഈ വർഗീയ പ്രസ്താവനയെ പിന്തുണയ്ക്കുന്നുണ്ടോ? ഞങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു. ബിനോയ് വിശ്വം ഉത്തരം താങ്ങുന്ന പല്ലി എന്ന പ്രചാരണമാണ് CPIM നേതാക്കൾ നടത്തുന്നതെന്നും VD സതീശൻ കുറ്റപ്പെടുത്തി. AK ബാലന്റെ പരാമർശത്തിൽ CPIM നേതൃത്വം പ്രതികരിച്ചിട്ടില്ല. 24 തിരുവനന്തപുരം. BJPയുടെ അതേ ഭാഷയാണ് CPIM ഉപയോഗിക്കുന്നതെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. AK ബാലന്റെ പരാമർശം നാട്ടിൽ വർഗീയ ചേരിതിരിവുണ്ടാക്കാനാണ്. പ്രസ്താവന മുന്നണിയുടെ നയമാണോ എന്ന് വ്യക്തമാക്കണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. CPMന്റെ നേതാവ് AK ബാലന്റെ പരാമർശം നാട്ടിൽ വർഗീയമായ ചേരിതിരിവുണ്ടാക്കാൻ വേണ്ടിയാണ്. ഇത് BJPയുടെ സ്വരത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. BJPയുടെയും സംഘപരിവാറിന്റെയും അതേ ഭാഷ AK ബാലൻ സംസാരിക്കുന്നത് മുന്നണിയുടെ നയമാണോ എന്ന് വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.